കാസ്പിയൻ കടലിൽ ഇറാന്റെ ചരക്കുകപ്പലിന് നേരെ ഉക്രൈൻ നടത്തിയ അപ്രതീക്ഷിത ഡ്രോൺ മിസൈൽ ആക്രമണം അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിൽ കടുത്ത ആശങ്ക വിതച്ചിരിക്കുകയാണ്. തങ്ങളുടെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിന് ശക്തമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ കടന്നാക്രമണം ഒട്ടും ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്നും കൃത്യസമയത്ത് കടുത്ത തിരിച്ചടി നൽകുമെന്നും തെഹ്റാൻ പരസ്യമായി മുന്നറിയിപ്പ് നൽകി. ഇതോടെ റഷ്യ ഉക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങളും തമ്മിൽ നേരിട്ട് കൂട്ടുമുട്ടുന്ന വൻകര യുദ്ധത്തിന്റെ വ്യാപ്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. റഷ്യൻ അസ്ട്രഖാൻ തുറമുഖത്ത് നിന്ന് ഇറാന്റെ അൻസാലി തുറമുഖത്തേക്ക് ഉരുക്ക് നിർമ്മാണ സാമഗ്രികളുമായി സഞ്ചരിക്കുകയായിരുന്ന വാണിജ്യ കപ്പലിന് നേരെയാണ് കസ്പിയൻ കടലിൽ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കപ്പലിലെ ഒരു നാവികൻ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കൂടാതെ കപ്പലിന്റെ പ്രധാന നിയന്ത്രണ കേന്ദ്രമായ ബ്രിഡ്ജ് പൂർണ്ണമായും തകരുകയും കപ്പലിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് സുരക്ഷിതമെന്ന് കരുതപ്പെട്ടിരുന്ന കസ്പിയൻ കടലിൽ വെച്ച് ഇത്തരമൊരു ഭീകരാക്രമണം നടന്നു എന്നത് ഇറാന്റെ കടുത്ത അമർഷത്തിന് കാരണമായി. വർഷങ്ങളായി ഇറാന്റെയും റഷ്യയുടെയും തന്ത്രപ്രധാനമായ ആന്തരിക സമുദ്രപാതയായിട്ടാണ് കാസ്പിയൻ കടൽ അറിയപ്പെട്ടത്. ഇവിടെ വെച്ച് ഇറാന്റെ വാണിജ്യ കപ്പൽ തകർക്കപ്പെട്ടത് ടെഹ്റാന്റെ സുരക്ഷാ മേഖലയിലേക്കുള്ള ഉക്രൈനിന്റെ നേരിട്ടുള്ള കടന്നുകയറ്റമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. റഷ്യയിൽ നിന്ന് ഇറാനിലേക്കും തിരിച്ചുമുള്ള ചരക്ക് ഗതാഗതത്തെ തടസ്സപ്പെടുത്തുക വഴി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സൈനിക സഖ്യത്തെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള ഈ ആക്രമണത്തിലൂടെ യുക്രൈൻ ലക്ഷ്യമിട്ടതെന്ന് വ്യക്തമാണ്. അതേസമയം തങ്ങളുടെ ദീർഘദൂര ആക്രമണ പരമ്പരയുടെ ഭാഗമായി ഇറാനുമായി ബന്ധപ്പെട്ട സൈനിക നീക്കങ്ങളും ആയുധകടത്തിലും ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നാണ് ഉക്രൈൻ നൽകുന്ന വിശദീകരണം. റഷ്യയ്ക്ക് ഷാഹദ് ഡ്രോണുകളും അനുബന്ധ സൈനിക ഉപകരണങ്ങളും നൽകുന്നത് ഇറാന്റെ കപ്പലുകളാണെന്ന് ഉക്രൈൻ ആരോപിക്കുന്നു. എന്നാൽ ആക്രമിക്കപ്പെട്ട പ്രത്യേക കപ്പലിനെ കുറിച്ചോ അതിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചോ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ആക്രമിക്കപ്പെട്ട കപ്പലിൽ സൈനിക ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന സ്വതന്ത്ര തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടുമില്ല. ഉക്രൈന്റെ ഈ നടപടിയെ കടുത്ത ഭാഷയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വിമർശിച്ചത്. ആക്രമണത്തിന് പിന്നിൽ ഉക്രൈൻ മാത്രമല്ലെന്നും ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഉക്രൈൻ പ്രവർത്തിച്ചതെന്നും അരാഗ്ചി കുറ്റപ്പെടുത്തി. ഇസ്രയേലും ഉക്രൈനും തമ്മിലുള്ള രഹസ്യ സഹകരണമാണ് കസ്പിയൻ കടലിൽ തെളിഞ്ഞതെന്നും ഇസ്രയേലിന് വേണ്ടി പ്രതിനിധി യുദ്ധം ചെയ്യുകയാണ് സെലൻസ്കി ഭരണകൂടമെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഇത് കേവലം ഉക്രൈൻ റഷ്യ വിഷയമല്ല, മറിച്ച് പശ്ചിമേഷ്യൻ ശത്രുതയുടെ വിപുലീകരണമാണെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ അലി നിക്സാദ് ഇതിലും കടുത്ത ഭീഷണിയാണ് ഉക്രൈനും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികൾക്കും എതിരെ ഉയർത്തിയത്. ഇറാനെതിരെ ആക്രമണം നടത്താൻ ഏത് രാജ്യത്തിന്റെ വിദേശ മണ്ണോ താവളങ്ങളോ ഉപയോഗിച്ചാലും അവയെല്ലാം ഇറാന്റെ പ്രതിരോധ ആയുധങ്ങളുടെ നിയമാനുസൃത ലക്ഷ്യങ്ങളായി മാറുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഉക്രൈന് പുറമെ ബ്രിട്ടൻ, ബൾഗേറിയ എന്നീ രാജ്യങ്ങൾക്ക് നേരെയും അലി നിക്സാദ് വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് കസ്പിയൻ കടലിലെ ആക്രമണം നടന്നതെന്ന സംശയം ഇറാൻ പങ്കുവെക്കുന്നുണ്ട്. കസ്പിയൻ കടലിലെ ഈ സംഭവം റഷ്യൻ മേഖലയിലും വലിയ തരംഗങ്ങൾ ഉണ്ടാക്കി. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന പ്രധാന സമുദ്ര മേഖലയിൽ ഉക്രൈൻ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ തങ്ങളുടെ തന്ത്രപ്രധാന സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് മോസ്കോ വിലയിരുത്തുന്നുണ്ട്. തങ്ങളുടെ സഖ്യകക്ഷിയായ ഇറാന്റെ കപ്പൽ സ്വന്തം അതിർത്തി മേഖലയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളോഡിമിർ പുടിനും കടുത്ത അമർഷമാണുള്ളത്. വരും ദിവസങ്ങളിൽ കസ്പിയൻ മേഖലയിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള സംയുക്ത സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്താൻ ഈ സംഭവം കാരണമാകും. ഇതുവരെ ഇറാൻ നേരിട്ടിട്ടുള്ള തിരിച്ചടി സൈനിക നയതന്ത്രങ്ങളിലൂടെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഏതു നിമിഷവും ഒരു വൻ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിലാണ് ഉക്രൈൻ സഖ്യകക്ഷികൾ. ഇറാന്റെ പ്രതികാര നടപടി നേരിട്ട് ഉക്രൈന് നേരെ ഉണ്ടാകുമോ അതോ യൂറോപ്പിലെ ഉക്രൈൻ കേന്ദ്രങ്ങളെയും സൈനിക താവളങ്ങളെയും ലക്ഷ്യമിടുമോ എന്നത് ലോകം ഉറ്റുനോക്കുന്ന ചോദ്യമാണ്. റഷ്യയ്ക്ക് കൂടുതൽ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും നൽകി ഉക്രൈനെ പ്രതിരോധത്തിലാക്കാൻ ഇറാൻ തയ്യാറായേക്കുമെന്നും നിരീക്ഷകർ കരുതുന്നുണ്ട്. ഉക്രൈൻ നടത്തുന്ന ഈ അപകടകരമായ നീക്കം യൂറോപ്യൻ സുരക്ഷയെ കൂടുതൽ അപകടത്തിലാക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ബൾഗേറിയ പോലുള്ള നാറ്റോ അംഗരാജ്യങ്ങളുടെ പേരുകൾ ഇറാന്റെ ഭീഷണിയിൽ ഉൾപ്പെട്ടതോടെ യുദ്ധം യൂറോപ്പിലേക്ക് കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു. ഇറാന്റെ തിരിച്ചടി ഒരു നാറ്റോ രാജ്യത്തിന്റെ മണ്ണിലേക്ക് നീണ്ടാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ വഴി തുറന്നേക്കാം.
അതിനാൽ പാശ്ചാത്യ രാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. ഒരു വശത്ത് ഇസ്രയേലുമായും അമേരിക്കയുമായും പശ്ചിമേഷ്യയിൽ കടുത്ത പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഉക്രൈനിൽ നിന്നുള്ള വെല്ലുവിളികളെയും നേരിടേണ്ടി വരുന്നത് ഇറാന് ഇരട്ട തലവേദനയാണ്. എങ്കിലും തങ്ങളുടെ സാമ്പത്തിക വാണിജ്യ താൽപര്യങ്ങൾക്ക് മേൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പൂർണ്ണമായും പ്രതിരോധിക്കുമെന്ന സന്ദേശമാണ് ടെഹ്റാൻ നൽകുന്നത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും ഉന്നതതല യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് മാറി ഒരൊറ്റ ആഗോള സംഘർഷമായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ വ്യക്തമായ ലക്ഷണമാണിത്. റഷ്യ, ഇറാൻ, ഉക്രൈൻ, ഇസ്രയേൽ സമവാക്യങ്ങൾ മാറ്റിമറിക്കപ്പെടുകയാണ്. ഉക്രൈൻ വിചാരിച്ചതും വലിയൊരു നയതന്ത്ര മേഖലയിലേക്കാണ് കസ്പിയൻ കടലിലെ ആക്രമണങ്ങളിലൂടെ അവർ വാതിൽ തുറന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്തെയും കപ്പൽ ഗതാഗത ഇൻഷുറൻസ് മേഖലയെയും പ്രതികൂലമായി ബാധിക്കും. സെലൻസ്കിയുടെ ഭരണകൂടം ഈ ആക്രമണത്തെ ഒരു തന്ത്രപ്രധാന വിജയമായി കാണുന്നുണ്ടെങ്കിലും ഇതിന്റെ ആഘാതം വരും ദിവസങ്ങളിൽ അവർ അനുഭവിക്കേണ്ടി വരും. ഇറാൻ തങ്ങളുടെ ഏതു പ്രതിരോധ ആയുധമാണ് തിരിച്ചടിക്കായി ഉപയോഗിക്കുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആണവ ചർച്ചകളും സമാധാന ശ്രമങ്ങളും പുരോഗമിക്കുന്നതിനിടെ ഉണ്ടായ ഈ കടന്നാക്രമണം അന്താരാഷ്ട്ര തലത്തിൽ സമാധാനത്തിനായുള്ള സാധ്യതകളെ വീണ്ടും ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടി ആക്രമണം കേവലം പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന കാര്യം ഉറപ്പാണ്. തങ്ങളുടെ ഒരു നാവികന്റെ ജീവൻ കവർന്നതും വാണിജ്യ കപ്പൽ തകർത്തതും ടെഹ്റാൻ അത്ര എളുപ്പത്തിൽ മറക്കില്ല. മുൻകാല അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാൻ തങ്ങൾക്ക് ലഭിക്കുന്ന പ്രഹരങ്ങൾക്ക് വൈകിയാണെങ്കിലും കടുത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നാണ്. അതിനാൽ ഉക്രൈനും അവരുടെ സഖ്യകക്ഷികളും വരും ദിവസങ്ങളിൽ കടുത്ത പ്രതിരോധ ജാഗ്രത പുലർത്തേണ്ടി വരും. ലോകരാഷ്ട്രങ്ങൾ കസ്പിയൻ കടലിലെ സംഭവങ്ങളെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. യുദ്ധം പശ്ചിമേഷ്യയിൽ നിന്നും കിഴക്കൻ യൂറോപ്പിൽ നിന്നും വലിപ്പമേറി ഒരു ആഗോള യുദ്ധമായി മാറാതിരിക്കാൻ ഐക്യരാഷ്ട്രസഭയും വിവിധ നയതന്ത്ര കേന്ദ്രങ്ങളും ഇടപെടേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. കസ്പിയൻ കടലിലെ ആക്രമണം ഉക്രൈൻ ഇറാൻ ബന്ധത്തെ ശാശ്വതമായി ശത്രുതയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. അരാക്ചിയുടെയും നിക്സാദിന്റെയും വാക്കുകൾ വെറും ഭീഷണികളല്ലെന്നും വരാനിരിക്കുന്ന വലിയൊരു സൈനിക പ്രഹരത്തിന്റെ മുന്നോടിയാണെന്നും റഷ്യൻ ഇറാനിയൻ മാധ്യമങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിലും യൂറോപ്പിലും ഒരുപോലെ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ കനക്കുമ്പോൾ ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോക സമാധാനത്തിന്റെ ഭാവി.